സോ ഹായ് ഓൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിഫയേഴ്സ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ അവൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ SSLCയിലെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ എത്രത്തോളം ചാപ്റ്റർ നമ്മൾ പഠിക്കണം, ഓരോരോ സബ്ജക്റ്റിലെ എത്രത്തോളം ചാപ്റ്റർ നമ്മൾ പഠിക്കണം എന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഓൾറെഡി ഡേറ്റ് വന്നിട്ടുണ്ട്. ഡേറ്റ് December 9 മുതൽ 25 വരെ എങ്ങനെയാണ് തോന്നുന്നത് നമ്മുടെ എക്സാം എന്ന് തോന്നുന്നു. സോ കൃത്യമായിട്ടല്ല, 9-നാണ് സ്റ്റാർട്ടിംഗ് എന്നറിയാം. സോ കഴിഞ്ഞ ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റർ നമ്മൾ പഠിക്കണം എന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു ഗോസ്റ്റ് ഓഫ് ഒക്വ എന്നുള്ളൊരു ID എന്നുള്ള ഒരാൾ കമൻറ്റ് ഇട്ടതാണ്. സോ നല്ല തുടക്കമാവട്ടെ ബ്രോക്ക്, 3 ദിവസം മുമ്പ് ഇട്ടതാണ്. സോ താങ്ക് യു ബ്രോ. ആൻഡ് നമുക്ക് ഇനി ചാപ്റ്ററിലേക്ക് കിടക്കാം, അതായത് നമ്മുടെ ഭാഗത്തേക്ക് കിടക്കാം. അതായത് നമ്മൾ പഠിക്കേണ്ടത് മലയാളം സെക്കൻഡ് നമ്മൾ പഠിക്കേണ്ടത് യൂണിറ്റ് നമ്പർ നോക്കാം. യൂണിറ്റ് നമ്പർ 3 ആൻഡ് യൂണിറ്റ് നമ്പർ 4. ഇതിന് നോട്ട് കിട്ടും. ഈ ഒരു എത്രത്തോളം ഏതൊക്കെ വിഷയം പഠിക്കണമെന്നതിൻ്റെ നോട്ട് കിട്ടും, നമ്മുടെ വാട്സപ്പ് ചാനലിൽ കിട്ടും, ജോയിൻ ചെയ്യാം. ഓക്കെ, യൂണിറ്റ് നമ്പർ 3 ആൻഡ് യൂണിറ്റ് നമ്പർ 4, അതായത് പ്രലോഭനം, അതേപോലെ യുദ്ധത്തിൻ്റെ പരിണാമം ആൻഡ് ആത്മാവിൻ്റെ വെളിപാടുകൾ. അതേപോലെ യൂണിറ്റ് 4 അക്കർമാഷി, ഞാൻ കഥാകാരനായ കഥ, അതേപോലെ അശ്വാമോദം. ഓക്കെ, ഇതാണ് നമ്മൾ മലയാളം ഫസ്റ്റിൽ പഠിക്കുന്നത്. ആൻഡ് അറബിക്കിൽ ഏതാ പഠിക്കാനുള്ളത്? അറബിക്ക് യൂണിറ്റ് നമ്പറിൽ യൂണിറ്റ് നമ്പർ 3 അതേപോലെ യൂണിറ്റ് നമ്പർ 4. ഓക്കെ, ഏതാണ് നമ്മൾ യൂണിറ്റ് നമ്പർ 3 യൂണിറ്റ് നമ്പർ 4. അപ്പോൾ യൂണിറ്റ് നമ്പർ 3ൻ്റെ പേരെന്തേക്കും ചോദിക്കും സാർ? അതായത് സക്കാഫത്തു കേരള. യൂണിറ്റ് നമ്പർ 3 ആൻഡ് യൂണിറ്റ് നമ്പർ 4 സിഹ. പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കാം, സംസ്കൃതത്തിൽ പഠിക്കേണ്ടത് യൂണിറ്റ് നമ്പർ 3 ആൻഡ് 4. യൂണിറ്റ് നമ്പർ 3 ആൻഡ് 4 ആണ് സംസ്കൃതത്തിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ചോദിക്കും സാർ ഉറുദു എവിടെ? ഉറുദുവിലും പഠിക്കണം. ഉറുദുവിൽ ഏതാ പഠിക്കേണ്ടത് സാർ? എടാ, ഉറുദുവിൽ പഠിക്കേണ്ടതാണ് യൂണിറ്റ് നമ്പർ 3 ആൻഡ് 4. യൂണിറ്റ് നമ്പർ 3 ആൻഡ് 4 ആണ് നിങ്ങൾ എന്ത് വേണ്ടത്? ഉറുദുവിൽ പഠിക്കേണ്ടത്. ഇനി മലയാളം സെക്കൻഡ് നോക്കാം അല്ലേ? മലയാളം സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരിക്കും എല്ലാവരും. മലയാളം സെക്കൻഡ് നോക്കാം. യൂണിറ്റ് നമ്പർ 2 നോക്കാം. നിലാവ് പെയ്യുന്ന നാട്ടുവൈകളിലെ ഓണമുറ്റത്ത് ചോദിക്കാം. കോഴിയും കിഴവിയും ചോദിക്കാം. ശ്രീനാരായണ ഗുരു. ആൻഡ് യൂണിറ്റ് 3യിലെ ഒന്നാമത്തെ ചാപ്റ്റർ, യൂണിറ്റ് 3യിലെ ഒന്നാമത്തെ ചാപ്റ്ററോ അല്ലെ രണ്ടാമത്തെ ചാപ്റ്ററോ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. then അടുത്തത് ഇംഗ്ലീഷിൽ നോക്കുകയാണെങ്കിൽ ഏതാ? യൂണിറ്റ് നമ്പർ 3യും യൂണിറ്റ് നമ്പർ 4ഉം. യൂണിറ്റ് നമ്പർ 3യും യൂണിറ്റ് നമ്പർ 4ഉം ലോർ ഓഫ് വാലി, അതേപോലെ ആൻഡ് ഫ്ലൈറ്റ് ഓഫ് ഫാൻസി എന്ന ഈ ഒരു യൂണിറ്റ് നമ്പർ 3 ആൻഡ് 4 ആണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ദെൻ ഹിന്ദിയിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് നമ്പർ 2യിലെ അവസാനത്തെ ചാപ്റ്ററും യൂണിറ്റ് നമ്പർ 3യിലെ 1ഉം 2ഉം യൂണിറ്റ് നമ്പർ 4യിലെ എത്രാമത്തെ ചാപ്റ്ററാണ്? യൂണിറ്റ് നമ്പർ 4യിലെ എത്രാമത്തെ ചാപ്റ്റർ പഠിക്കണം ഗൈസ്? യെസ്, കൃത്യമായിട്ട് യൂണിറ്റ് നമ്പർ 4യിലെ ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം പഠിക്കണം. അപ്പോൾ നോക്കാം ഏതെല്ലാമാണ്. യൂണിറ്റ് 2ൽ ഏതാ? സബ്സെ ബഡാ ഷോമാനും അതേപോലെ യൂണിറ്റ് നമ്പർ 3യിലെ അഗാൽ ആർ ഉസ്കെ ബാദും അതേപോലെ ഠാക്കൂർ കാ കുഹയും. അഗാൽ ആർ ഉസ്കെ ബാദ് ആൻഡ് ഠാക്കൂർ കാ കുഹ. അതേപോലെ യൂണിറ്റ് നമ്പർ 4ൽ നോക്കാം. അതേ ബസന്ത് മേരെ ഗാവ് കാ, അതേപോലെ ദിശ ഹി ദിശ. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന, ഇന്ത്യയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ദെൻ മാത്സിൻ്റെ കേസിൽ നോക്കാം. മാത്സിൻ്റെ കേസിൽ ഒരൊറ്റ വിഷയമുണ്ട് ഗൈസ്. അതായത് എന്താണെന്നറിയോ? നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ജാമിതിയും ബീജഗണിതവും എന്നുള്ള, അതായത് ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ നമുക്കൊരു 9 അല്ലെ 10 മാർക്ക് നമുക്ക് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ജസ്റ്റ് അതൊരു പഠിച്ചു വെക്കുക. അതായത് ചാപ്റ്റർ 5, ചാപ്റ്റർ 6, ചാപ്റ്റർ 7, ചാപ്റ്റർ 8 മാത്സ് പഠിക്കാൻ ഏതാ? ട്രിഗ്നോമെട്രി അല്ലെ ത്രികോണമിതി ആൻഡ് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ, തൊടുവരകൾ, ടാൻജൻസ് ആൻഡ് ഘനരൂപങ്ങൾ പഠിക്കാം. ഇത്രയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ദെൻ ഫിസിക്സിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് ഫിസിക്സിൽ ഓണപരീക്ഷയ്ക്ക് ഫിസിക്സിൽ ഏതുണ്ടായിരുന്നു ഗൈസ്? യെസ്, ഏതുണ്ടായിരുന്നു? നമുക്ക് ചാപ്റ്റർ 3യും ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 5ഉം ചാപ്റ്റർ 6ഉം ഉണ്ട്. നമുക്ക് ഈ ഒരു ക്രിസ്മസിനുണ്ട് കേട്ടോ. ക്രിസ്മസിനുണ്ട്. അതെങ്ങനെയാണ് സാറേ? അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എവിടെയാണ്? ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞെന്താ? ഗ്രാഫ് ചിത്രീകരണം താരതമ്യം ചെയ്യുക. ഗ്രാഫ് ചിത്രീകരണം മുതലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഗ്രാഫ് ചിത്രീകരണം. അതേപോലെ പിന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, വിഷൻ ആൻഡ് കളർ ലൈറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വളരെ കുറവാണ്. ഏറിയ ഒരു 5 മാർക്കിന് അങ്ങ് ചോദിക്കുകയും വളരെ കുറവാണ്. ആൻഡ് ഇവിടെ ആദ്യത്തെ മൊഡ്യൂൾ സമഞ്ജനക്ഷമത വരെയാണ് നമ്മൾ ഫിസിക്സിൽ പഠിച്ചു വെച്ചിരിക്കേണ്ടത്. ദെൻ കെമിസ്ട്രീൻ്റെ കേസിൽ നോക്കാം. നമുക്ക് സിമ്പിളാണ്. കെമിസ്ട്രീൻ്റെ കേസിൽ അതായത് ചാപ്റ്റർ 3 ഉണ്ട്, ചാപ്റ്റർ 4 ഉണ്ട്, ചാപ്റ്റർ 5 ഉണ്ട്, ചാപ്റ്റർ 6 ഉണ്ട്. ചാപ്റ്റർ 3, ചാപ്റ്റർ 4, ചാപ്റ്റർ 5, ചാപ്റ്റർ 6 ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാനുണ്ട്. നോക്കാം. ഒന്നാമത്തേതാ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും.
ക്രിയാശീല ശ്രേണിയും വൈദ്യുതി രസതന്ത്രവും പഠിക്കാനുണ്ട്. അതേപോലെ ലോഹ നിർമ്മാണം പഠിക്കാനുണ്ട്. ആൻഡ് അലോഹ സംയുക്തങ്ങൾ പഠിക്കാനുണ്ട്. ആൻഡ് ഓർഗാനിക് സംയുക്തങ്ങളും നാമകരണവും. അതായത് ക്രിയാശീല ശ്രേണിയിലെ രണ്ടാം പകുതി മുതൽ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഇലക്ട്രോലിറ്റിക് സെല്ല് മുതൽ നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ഓർഗാനിക് സംയുക്തങ്ങളും നാമകരണം എന്നതിൻ്റെ പകുതി വരെ നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഇനി ഒരാളുണ്ട് ബയോളജി. ഇനിയും ബയോളജി നോക്കുകയാണെങ്കിൽ ബയോളജീൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ സിമ്പിളാണ്. ബയോളജീൻ്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ചാപ്റ്റർ 4, ചാപ്റ്റർ 5, ചാപ്റ്റർ 6, ചാപ്റ്റർ 7 ഓൾറെഡി ചാപ്റ്റർ 8 ആണ്. ഒക്കെ നോക്കാം. അതായത് അകറ്റി നിർത്താം രോഗങ്ങളെ അതേപോലെ പ്രതിരോധത്തിൻ്റെ കാവലാളുകളിലെ രക്തനിവേശനം വരെയാണ് പഠിക്കാനുള്ളത്. രക്തനിവേശനം വരെ പഠിക്കാനുണ്ട്. അതേപോലെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്റീരിയസ്, അതായത് ജനിതക രോഗങ്ങൾ, അതായത് ഈ പിഴിയുന്ന ജനിതക രഹസ്യങ്ങളും അതേപോലെ ജനറ്റിക് ഓഫ് ഫ്യൂച്ചർ എന്ന നാളെ ഇവിടെ ജനിതകമെന്ന്. ഇത്രയും നമുക്ക് എന്ത് പഠിക്കാനുണ്ട് ബയോളജിയുടെ കേസിൽ. അപ്പോൾ സോഷ്യൽ എവിടെ സാർ? സോഷ്യൽ ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കേണ്ട എന്തെല്ലാമാണെടാ? ചാപ്റ്റർ 5, ചാപ്റ്റർ 6, ചാപ്റ്റർ 8 ഇല്ല, ചാപ്റ്റർ 9, ചാപ്റ്റർ 7, ചാപ്റ്റർ 8. ഓക്കെ. അപ്പോൾ നമ്മുടെ കൾച്ചർ ആൻഡ് നാഷണലിസം അല്ലെങ്കിൽ സംസ്കാരവും ദേശീയതയും, സ്ട്രഗിൾസ് ആൻഡ് ഫ്രീഡം സമരവും സ്വാതന്ത്ര്യവും, അതേപോലെ ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും, ആൻഡ് ചാപ്റ്റർ 7 ഇന്ത്യ ആഫ്റ്റർ പൊളിറ്റിക്കൽ സയൻസ്, അതേപോലെ സ്വതന്ത്രാനന്തര ഇന്ത്യ ആൻഡ് സിവിക് കോൺഷ്യസ്, അതേപോലെ പൗരബോധം എന്നിവയാണ് ഹിസ്റ്ററിയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് പഠിച്ചു വെച്ചിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോഷ്യൽ സയൻസ് 2 അല്ലെങ്കിൽ നമ്മുടെ ജിയോഗ്രഫിയിൽ പഠിക്കേണ്ടത് ചാപ്റ്റർ 4, 5, 6, 7. ചാപ്റ്റർ 4, 5, 6, 7. ഓക്കെ. ചാപ്റ്റർ 4, 5, 6, 7 എന്നിങ്ങനെയാണ്. ഓക്കെ. ഇത് നോക്കാം നമുക്ക്. ഭൂതല വിശകലന ഭൂപടത്തിലൂടെ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ മാപ്പ് ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് അറിവിൻ്റെ അതിൽ ആകാശ കണ്ണുകളും അറിവിൻ്റെ വിശകലനം. ഇന്ത്യ ദ ആഫ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് സ്വതന്ത്രാനന്തര ഇന്ത്യ. ഇത്രയുമാണടാ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? നമ്മുടെ SSLC ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ളത്. ക്രിസ്മസ് എക്സാമിന് വേണ്ടി നമുക്ക് ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. നമ്മുടെ സിലബസ് ഇപ്പോൾ കറൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇനി നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരുപാട് സ്ലൈഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ നോട്ടൊക്കെ ഇവിടെ കിട്ടും. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി അല്ലെ വാട്സപ്പ് ചാനലിൽ കിട്ടും. ജസ്റ്റ് ജോയിൻ ചെയ്യുക. എവിടെയുണ്ട് ലിങ്ക്? ഡിസ്ക്രിപ്ഷനിൽ. ജോയിൻ നൗ എവിടെയുണ്ട്? ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എവിടെയുണ്ട് സാർ? ജോയിൻ എവിടെയുണ്ട്? ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ പോവുക, ജോയിൻ ചെയ്യുക. അതേപോലെ ഇനി നമുക്ക് നെക്സ്റ്റ് ഏത് ക്ലാസ്സാണ് വേണ്ടതെന്ന് എന്ത് ചെയ്യാം? ഒന്ന് കമൻറ്റ് ചെയ്യാം. മാത്സ് ആണോ, അല്ലെങ്കിൽ കെമിസ്ട്രി ആണോ, ബയോളജി ആണോ, ഫിസിക്സ് ആണോ, അതേപോലെ സോഷ്യൽ ആണോ, ഏതാച്ചാൽ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ഏതാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് VIDO ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഐ എം വെയിറ്റിംഗ്. സോ മറന്നു പോകേണ്ട, നമ്മുടെ ചാനൽ 540 ആയിട്ടുണ്ട്. ആൻഡ് ഫൈനലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ്. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.